ഈ ബാഡ് ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നിർത്തിക്കോട്ടോ. എനിക്ക് പല്ല് വെച്ചുകൊണ്ട് ഞാൻ എന്റെ ദിവസം കൊണ്ട് തുടങ്ങി. എക്സാമിന്റെ ഇടയിലുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ലീവ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ എനിക്ക് കുറച്ച് പണികളുണ്ട്. നമ്മുടെ കൂണിന്റെ ബെഡുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഞാനും അമ്മയും കൂടി രാവിലെ തന്നെ ചക്കഞ്ചക്ക പോയി എടുത്ത് നമ്മുടെ ഫാമിലിക്ക് കൊണ്ടുവന്നിട്ട് കഴിച്ചു. ന്യൂ ഇയർ ആയിട്ട് റെസൊല്യൂഷൻ ഒന്നും ഇല്ലെന്ന് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരേ ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ അത് അങ്ങോട്ട് നിർത്താൻ പോകണം. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ചക്കഞ്ചക്കോട്ടിൽ ഗേറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇന്ന് നമുക്ക് ബെഡ് മാത്രമല്ല അതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി കൊണ്ടുപോകാനുണ്ട്. ബെഡ് കൊണ്ടുവന്ന് ഫാമിലി ആക്കിയ ശേഷം ഞാനും അമ്മയും കൂടി ബെഡിനെല്ലാം വരയിട്ടിട്ട് ബെഡ് തൂക്കി ഗൈസ്. അതുപോലെ ഇന്നത്തെ ആവശ്യമുണ്ടായ ഗുണമൊക്കെ നമ്മൾ പാക്കും ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഗൈസ്. എന്റെ ബാഡ് ഹാബിറ്റ് ഇതാണ്. വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ചീത്ത സ്വഭാവം ഇതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് മാത്രം ഞാൻ എത്ര പൈസ കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഒരു അറിയില്ല. ഇത് ഒരേ സമയം നമുക്ക് എക്കണോമിക് വൈസും ഹെൽത്ത് വൈസും നല്ല പണിയാണ്. വല്ലപ്പോഴും ഒരിക്കലും പുറത്തുനിന്ന് കഴിക്കുന്നതിനല്ല ഞാൻ ഈ പറയുന്നത്. മാസത്തിൽ ഒരു 20 ദിവസം പുറത്തുനിന്ന് കഴിച്ചാലോ. ഇതാണ് എന്റെ കറന്റ് ഉള്ള സിറ്റുവേഷൻ. ഇതിനെ മറികടക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ലോക്കൽ മണി സേവിംഗ് ബോക്സ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ കൊടുക്കുക എന്ന് പറയും. സോ ഐ ഡിസൈഡഡ് ടു പുട്ട് മണി ഇൻ ദിസ് ബോക്സ് whenever I feel the urge to eat or drink from outside. എങ്ങനെയുണ്ട്? ഇനി ഒരു 6 മാസം നമ്മൾ ഇങ്ങനെ പൈസ ഇടാൻ പോവാണ്. 6 മാസം കഴിയുമ്പോൾ എത്ര രൂപ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി കറക്റ്റ് 13/6/2026 ഞാൻ ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് വരാൻ ഗൈസ്. അപ്പൊ ഇനി പുതിയൊരു വ്ലോഗായിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.